ഇനി നമുക്ക് കപ്പിയൊന്നും കാച്ചാതെ ചോറൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ മാവൊക്കെ അരച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വെള്ളയപ്പത്തിന്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിനായിട്ട് 2 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒരു 4-5 മണിക്കൂർ ഒന്ന് കുതിർത്തെടുക്കാം. ഇപ്പോൾ അരി ഇവിടെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അത് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളാവിലും 1/2 കപ്പ് ചിരവിയ തേങ്ങയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് നേരിട്ട് തന്നെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ സാധാരണ ഡ്രൈ ഈസ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ആക്റ്റീവ് ആയതിനു ശേഷം വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. എന്നാലേ ഉള്ളൂ കറക്റ്റായിട്ട് അരിഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ അത് ആദ്യത്തെ ബാച്ച് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ 2ാമത്തെ ബാച്ചും കൂടെ അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളപ്പാവുമ്പോൾ ഒന്ന് ചുറ്റിച്ചെടുക്കല്ലേ ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടെ ഒരു ലൂസ് വേണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഈ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇത് പൊങ്ങാൻ എടുക്കുന്ന സമയം ഓരോ കാലാവസ്ഥ അനുസരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് സാവധാനം പൊങ്ങി വരുള്ളൂ. അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ കൊണ്ട് പൊങ്ങി വരും. അപ്പോൾ ഞാനിത് രാത്രിയാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. രാത്രി ഒരു 10 മണിക്ക് അരച്ചെടുത്തിട്ട് ഇനി രാവിലെ ഒരു 7 മണിക്കൊക്കെ എടുക്കുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ മാവ് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തത് കാരണം ഇനിയിപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ചട്ടി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് അടച്ചു വെക്കാം. അപ്പോൾ ആദ്യത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഒന്നും കൂടെ നന്നായിട്ട് മുരിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ തുറന്നിട്ട് ഈ ഒരു പാനിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെക്കാം. അപ്പം ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്